കണ്ണൂർ ജില്ലയിൽ കുടിയാൻമല പൊട്ടംപ്ലാവിൽ ഉള്ള സ്രാമ്പിക്കൽ മറ്റത്തിൽ ശ്രീ ബാബു മൈക്കിളിൻ്റെ വീടാണിത്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കുടിയാൻമലയിൽ നിന്നും പൈതൽമലയ്ക്ക് പോകുന്ന വഴി പൊട്ടംപ്ലാവിന് ശേഷം പാറേക്കുടി കവലയിൽ പൊട്ടംപ്ലാവിൽ നിന്നും 1 കിലോമീറ്റർ വന്നു കഴിയുമ്പോൾ പാറേക്കുടി കവലയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നമസ്കാരം. സ്രാമ്പിക്കൽ കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ പരമ്പരയിൽ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് കണ്ണൂർ ജില്ലയിൽ കുടിയാൻമലയ്ക്കടുത്ത് പൊട്ടംപ്ലാവിലുള്ള സ്രാമ്പിക്കൽ മറ്റത്തിൽ ശ്രീ ബാബു മൈക്കിളിനെയും കുടുംബത്തെയുമാണ്. ബാബു മൈക്കിളിൻ്റെ ഒരു പൂർവ്വ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റത്തിൽ നിന്നും മിഹായേൽ മറ്റത്തിൽ പാറേക്കുടി കയ്യൂർ പോയി സ്ഥലം വാങ്ങുകയും അദ്ദേഹത്തിന് 9 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ ആൺമക്കളിൽ ഇളയ ആളാണ് മത്തായി മറ്റത്തിൽ. മേലുകാവ് മറ്റത്താണ് അദ്ദേഹം താമസിച്ചിരുന്നത്. മത്തായി മറ്റത്തിലിന് 10 മക്കൾ ഉണ്ടായിരുന്നു. അതിൽ മൂത്ത മകനാണ് കൊച്ച് എന്ന് വിളിക്കുന്ന മൈക്കിൾ മറ്റത്തിൽ. ഈ മൈക്കിൾ മറ്റത്തിലിന് 4 മക്കളുണ്ടായിരുന്നു. 3 ആൺമക്കളും 1 പെണ്ണും. അതിൽ മൂന്നാമത്തെ മകനാണ് ബാബു മൈക്കിൾ. ബാബു മൈക്കിളിൻ്റെയും കുടുംബത്തെയുമാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. നമസ്കാരം. നമസ്കാരം. ബാബു ചേട്ടന് ഇപ്പോൾ താമസിക്കുന്ന ഈ സ്ഥലത്തിന്റെ പേരെന്താ? പൊട്ടംപ്ലാവ്. ഈ പൊട്ടംപ്ലാവ് ഒന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് എന്താ കാലമായി? ഇവിടെ 56 കുടിയേറിയതാണ്. 56-ലാണ് പൊട്ടംപ്ലാവ് എന്ന സ്ഥലത്തേക്ക് വരുന്നത്. ഫാദറായിട്ട് വന്നതാണ്. ഫാദറായിട്ടാണ്. എനിക്കിപ്പോൾ 57 വയസ്സായി. ഞാനിവിടെ വന്നിട്ടുണ്ടായ ഒരാളാണ്. ഇവിടെ വന്നിട്ടാണ് ജനിച്ചത്. ഭാര്യ നമ്മോടൊപ്പം ഉണ്ട്. ചേച്ചിയുടെ പേര് സീന. ചേച്ചിയുടെ വീട് എവിടെയാ? ചെറുപുഴ. വീട്ടുപേര് ചെമ്പരത്തിക്കൽ എന്നാണ് വീട്ടുപേര്. ഫാദറും മദറും? എന്റെ ഡാഡി മരിച്ചുപോയി. അധ്യാപകനായിരുന്നു. മമ്മിയുണ്ട് ഇപ്പം. പിന്നെ 2 ആങ്ങളയുണ്ട്, അനിയത്തിയുണ്ട്. ഡാഡിയുടെ പേര് സി വി അഗസ്റ്റിൻ. അമ്മയുടെ പേര് ലീലാമ്മ. അമ്മയുടെ വീട് തേർത്തലിലാണ് വീട്. മാളിയേക്കൽ എന്നാണ് വീട്ടുപേര്. നിങ്ങൾക്ക് എത്ര മക്കളാണുള്ളത്? ഞങ്ങൾക്ക് 2 മക്കള്. 2 മക്കളാണ് ഉള്ളത്. അതില് നമ്മോടൊപ്പം ഉള്ളതും ഇളയാളാണ്. മോന്റെ പേര് അഗസ്റ്റോ. ചേട്ടനുണ്ട് അല്ലേ? ചേട്ടന്റെ പേരെന്താ? ചേട്ടന്റെ പേര് ക്രിസ്റ്റോ എന്നാണ്. അഗസ്റ്റോ എന്ത് ചെയ്യുന്നു? ഞാൻ ബികോം കഴിഞ്ഞപ്പം ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്നൊരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബികോം കഴിഞ്ഞതിന് ശേഷം ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്നുള്ള കോഴ്സ് PGD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് ചെയ്യുന്നത്? ഞാൻ ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത്. ബികോം പഠിച്ചത് എവിടെയാണ്? ബാംഗ്ലൂരാണ് പഠിച്ചത്. ചേട്ടൻ എന്ത് ചെയ്യുന്നു? ചേട്ടൻ ആർക്കിടെക്ട് ആണ്. BArch കഴിഞ്ഞിട്ട്. BArch എവിടെയാണ് പഠിച്ചത്? കോഴിക്കോട്. ഇപ്പൊ എവിടെയാ വർക്ക് ചെയ്യുന്നത്? എറണാകുളത്ത്. കമ്പനിയുടെ പേര് ഓർക്കുന്നുണ്ടോ? ക്രിയേറ്റ് ആർക്കിടെക്ട്സ് എന്ന് പറയും. ക്രിയേറ്റ് ആർക്കിടെക്ട്സ് എറണാകുളത്താണ് ഇപ്പം വർക്ക് ചെയ്യുന്നത്. എത്ര കാലമായി അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഒരു 6 മാസത്തോളം ആയിട്ടുള്ളൂ. 6 മാസത്തോളമേ ആയിട്ടുള്ളൂ. ബാബു ചേട്ടന്റെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര കാലമായിരുന്നു? 26 വർഷത്തോളമായി. 26 വർഷത്തോളമായി. സഹോദരങ്ങള് എത്ര പേരുണ്ട്? സഹോദരങ്ങള് 3 പേരുണ്ട്. മാതാപിതാക്കന്മാർ 2 പേരും മരിച്ചുപോയി. പിതാവിന്റെ പേര് മൈക്കിൾ എന്നാണ്. അമ്മയുടെ പേര് ഏലിക്കുട്ടി എന്നാണ്. അമ്മയുടെ വീട്ടുപേര് കണ്ണംകുളത്ത്. സ്ഥലം മേലുകാവ് മറ്റം, പാലാ മേലുകാവ് മറ്റത്ത് കണ്ണംകുളത്ത് കുടുംബാംഗമാണ് അമ്മ. നിങ്ങള് 4 മക്കളാണ്. ഏറ്റവും മൂത്തതാരാ? ജോയി അല്ലെങ്കിൽ ജോസഫ് എന്ന് പറയും. ജോസഫ് എന്നാണ് ഒഫീഷ്യൽ പേര് വീട്ടിൽ വിളിക്കുന്നത്. അവരെവിടെയാ താമസിക്കുന്നത്? ഞാൻ താമസിക്കുന്നത് തൊട്ട് താഴെ തന്നെയാണ്. ഈ പൊട്ടംപ്ലാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെയാണുള്ളത്. പൊട്ടംപ്ലാവ് എന്നുള്ള സ്ഥലത്ത് തന്നെയാണ് അവര് താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് റോസമ്മയുടെ വീട്ടുപേര് പള്ളിത്തറയിൽ. സ്ഥലം വായാട്ടുപറമ്പ്. പള്ളിത്തറ കുടുംബാംഗം റോസമ്മയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ. എത്ര മക്കളുണ്ട്? 3 മക്കളാണുള്ളത്. മക്കളുടെ പേര് തേജസ്, പിന്നെ അമൃത, ഏഞ്ചൽ. അങ്ങനെ 3 മക്കളാണ്. ഒരു ആൺകുട്ടി 2 പെൺകുട്ടികളാണ് അവർക്കുള്ളത്. അതിന് താഴെയുള്ളത് ബേബിച്ചൻ അല്ലെങ്കിൽ മാത്യു എന്ന് വിളിക്കുന്ന മാത്യു. അദ്ദേഹം താമസിക്കുന്നത് കുടിയാൻമല എന്ന സ്ഥലത്താണ്. അതായത് ഈ പൊട്ടംപ്ലാവിൽ നിന്ന് പൊട്ടംപ്ലാവിൽ നിന്ന് 5 കിലോമീറ്റർ അടുത്ത് കുടിയാൻമല എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ സിൻഡി
സിൻഡി. സിൻഡിയുടെ വീട് എവിടെയാ? ഒറ്റത്തൈ, ആലക്കോട്. ആലക്കോട് ഒറ്റത്തൈ. ആലക്കോട് ഒറ്റത്തൈ. ഒറ്റത്തൈയിലാണ് അവരുടെ വീട്. വീട്ടുപേര് വട്ടക്കാട്ട്. വട്ടക്കാട്ട്. വട്ടക്കാട്ട് എന്നാണ് വീട്ടുപേര്. വട്ടക്കാട്ട് എന്നാണ് വീട്ടുപേര്. അവർക്ക് എത്ര മക്കളുണ്ട്? 4 മക്കള്. 4 മക്കളാണ് ഉള്ളത്. അവരുടെ പേര്? മൂത്തയാള് അനുലിസ് മാത്യു എന്ന് പറയും. അനുലിസ് മാത്യു. രണ്ടാമത്തെ മരിയ മാത്യു. മരിയ മാത്യു. മൂന്നാമത്തേത് ജോസഫ് മാത്യു. ജോസഫ് മാത്യു. ജോസഫ് മാത്യു. 4 തെരേസ് മാത്യു. തെരേസ് മാത്യു. 3 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയാണ് അവർക്കുള്ളത്. അടുത്തത് ആരാണ്? അടുത്തത് ഞാനാണ്. ബാബു ചേട്ടൻ തന്നെയാണ്. അതിന് താഴെ ജെസ്സിയമ്മ, ഇളയ ഒരു സഹോദരിയുണ്ട്. ജെസ്സിയമ്മ എന്നാണ് പേര്. അവരെ വിവാഹം ചെയ്തിരിക്കുന്നത് പേരാവൂരാണ്. പേരാവൂരാണ്. കുന്നത്ത്. ഭർത്താവിന്റെ പേര് മാത്യു. മാത്യു എന്നാണ്. കുന്നത്ത് മാത്യു ആണ്. ഒരു പേരാവൂരാണ് താമസിക്കുന്നത്. അവർക്ക് എത്ര മക്കളുണ്ട്? ഒരു 4 മക്കള്. 4 മക്കളാണ് ഉള്ളത്. മക്കളുടെ പേര്? ഒന്ന് ഐവിൻ ചാക്കോ. എൽദ എലിസബത്ത്. മൂന്നാമത്തെ ഡെനിറ്റ മരിയ. ഡെൽന തെരേസ്. അങ്ങനെ 4 മക്കളാണ് അവർക്കുള്ളത്. നിങ്ങൾ 4 സഹോദരങ്ങളാണുള്ളത്. അപ്പൊ അവരുടെ ഡീറ്റെയിൽസ് പറഞ്ഞു. ബാബു ചേട്ടൻ എന്ത് ചെയ്യുന്നു? ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ വർക്ക് ചെയ്യാണ്, ഫാർമസിസ്റ്റ് ആയിട്ട്. എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? മണ്ഡലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മണ്ഡലം എന്നുള്ള സ്ഥലത്ത് ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. വിദ്യാഭ്യാസം കാലഘട്ടത്തെ കുറിച്ചൊന്ന് പറയാമോ? വിദ്യാഭ്യാസം, പ്രാഥമിക വിദ്യാഭ്യാസം എല്ലാം കുടിയാമലെന്നായിരുന്നു. 10ാം ക്ലാസ് വരെ കുടിയാൻമല സ്കൂളിലാണ് പഠിച്ചത്. അതിനുശേഷം പ്രീ ഡിഗ്രി പ്രൈവറ്റ് ആയിട്ട് പഠിച്ചു. സ്ഥലം തളിപ്പറമ്പിൽ പ്രൈവറ്റ് ആയിട്ട് പ്രീ ഡിഗ്രി പഠിച്ച ശേഷം ഫാർമസിക്ക് പോയി. അത് കർണാടകത്തില് കാർക്കോള എന്ന സ്ഥലത്താണ്. മംഗലാപുരം അടുത്തുള്ള ഒരു മംഗലാപുരത്തിനടുത്തുള്ള സ്ഥലമാണ്. അവിടെയാണ് ഫാർമസി പഠിച്ചത്. ഫാർമസി പഠിച്ചതിന് ശേഷം വേറെ എന്തെങ്കിലും ജോലി ചെയ്തിരുന്നു ഇതിനു മുമ്പ്? ഇല്ല, ഇവിടെ തന്നെയാണ് ജോലി. ഫാർമസി ആയിട്ട് ഇങ്ങനെ പോവായിരുന്നു. മെഡിക്കൽ സ്റ്റോറൊക്കെ ആയിട്ട് പോവുകയാണ്. ഇനി സിന ചേച്ചിയുടെ? ഞാൻ ബി എഡ് ആണ് പഠിച്ചത്. എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? ഇല്ല, ജോലി ചെയ്യുന്നില്ല. ഏത് ഡിഗ്രി കഴിഞ്ഞിട്ടാ ബി എഡ് പഠിച്ചത്? കെമിസ്ട്രി. BSc കെമിസ്ട്രി ആണ്. BSc ഒക്കെ പഠിച്ചത് എവിടെയാ? ഞാൻ BSc കൂത്തുപറമ്പില്, പ്രീ ഡിഗ്രി തൃശ്ശൂര്, ബി എഡ് ചങ്ങനാശ്ശേരിയിലാണ് ചെയ്തത്. ചേച്ചിയുടെ ഫാമിലി ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? എന്റെ ഡാഡി മരിച്ചുപോയി, അധ്യാപകനായിരുന്നു. അമ്മ ഉണ്ട്, പിന്നെ ആങ്ങളയുണ്ട്, അനിയത്തിയുണ്ട്. മക്കളാണ്? ഞങ്ങള് 3 പേര്. 3 പേരാണ്. എത്രാമത്തെ ആളാണ്? ഞാൻ രണ്ടാമത്തെ ആളാണ്. മൂത്തത് ആങ്ങളയാണ്. ആങ്ങളുടെ പേര്? ജോജി. എന്ത് ചെയ്യുന്നു? ജോജി കൃഷി കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അവരെവിടെ താമസിക്കുന്നത്? ചെറുപുഴയാണ് താമസിക്കുന്നത്. വൈഫ് ഉദയഗിരിയിലാണ്. അവരുടെ സ്ഥലം? പേര്? ഡെനി എന്നാണ് പേര്. വീട്ടുപേര്? മൈലപ്പറമ്പിൽ. ഉദയഗിരി മൈലപ്പറമ്പിൽ കുടുംബാംഗമാണ്. അവർക്ക് കുട്ടികള്? 2 മക്കളുണ്ട്. 2 മക്കളാണുള്ളത്. അവരുടെ പേര്? മൂത്തവള് ക്രിസ്റ്റീന. രണ്ടും പെൺകുട്ടികളാ. ഇളയവള് ജോർജീന. ക്രിസ്റ്റീന, ജോർജീന, അങ്ങനെ 2 പെൺകുട്ടികളാണ് ഉള്ളത്. രണ്ടാമത്തെ ചേച്ചി തന്നെയാണ്. ചേച്ചിക്ക് ഇളയ ഒരാളും കൂടി ഉണ്ട് അല്ലേ? അവരെന്ത് ചെയ്യുന്നു? അവര് പാലാവയിലാണ് താമസിക്കുന്നത്. കൊച്ചുപറമ്പിൽ നിന്നാണ് വീട്ടുപേര്. ഭർത്താവിന്റെ പേര്? ബോബൻ. സഹോദരിയുടെ പേര്? സ്മിത എന്നാണ് സഹോദരിയുടെ പേര്. ഭർത്താവിന്റെ പേര് ബോബൻ എന്നാണ്. അവർക്ക് എത്ര കുട്ടികളുണ്ട്? 4 കുട്ടികളുണ്ട്. കുട്ടികൾ പേര്? മൂത്തവൻ ജോർജിൻ, രണ്ടാമത്തവൻ ജോസ്വിൻ, പിന്നെ 2 ട്വിൻസ് ആണ് എടുത്തത്. ആദിൻ എയ്തൻ. അങ്ങനെ 4 ആൺകുട്ടികളാണ്. 4 ആൺകുട്ടികളാണ്. ഇതാണ് ചേച്ചിയുടെ ഫാമിലിയിൽ ഉള്ള ഒരു വിവരങ്ങൾ. മോൻ അഗസ്റ്റോ സ്കൂൾ വിദ്യാഭ്യാസം ഒക്കെ കുടിയാൻമല തന്നെയായിരുന്നു? കുടിയാൻമലയായിരുന്നു. ഞാൻ 7th സ്റ്റാൻഡേർഡ് വരെ ഹോളി ക്രോസ് CBSE സ്കൂളായിരുന്നു. 7th സ്റ്റാൻഡേർഡ് വരെ ഹോളി ക്രോസ് CBSE സ്കൂൾ കുടിയാൻമല തന്നെയാണ്. അതിനുശേഷം 8th മുതൽ ഞാൻ സ്റ്റേറ്റ് സിലബസിലേക്ക് മാറി. 10th വരെ കുടിയാൻമല തന്നെയായിരുന്നു. സ്കൂളിന്റെ പേരെന്താണ്? സ്കൂൾ മേരി ക്യൂൻസ് ഹൈസ്കൂൾ. +2 ഒക്കെ പഠിക്കുന്നത്? +2 നടുവിൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറഞ്ഞൊരു ഹയർ സെക്കൻഡറി സ്കൂളിലാണ് +2 പഠിച്ചത്. അതിനുശേഷം ഡിഗ്രി ബികോം ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ എന്ന് പറഞ്ഞൊരു കോഴ്സ് എടുത്ത് ബാംഗ്ലൂരാണ് ചെയ്തത്. ഇപ്പം CILT എന്ന് പറഞ്ഞൊരു കോഴ്സ് PGDM ചെയ്തു. എത്ര വർഷത്തെ കോഴ്സാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത് 1 ഇയർ കോഴ്സാണ്. 1 ഇയർ കോഴ്സാണ്. കോഴ്സ് തീരാറാകുന്നു. വീട്ടിലിരുന്ന് തന്നെ ഉള്ള ഓൺലൈൻ ത്രൂ ആണ് എല്ലാം ചെയ്യുന്നത്. പഠനമാണ് നടക്കുന്നത്.
മോന് എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ എന്തെങ്കിലും അച്ചീവ്മെന്റ്സ് ഒക്കെ ലഭിച്ചിട്ടുണ്ടോ? ഞാൻ ഗിത്താറൊക്കെ വായിക്കുന്നുണ്ട്. ഗിത്താർ വായിക്കുന്നുണ്ട്, അത് പഠിച്ചിട്ടുണ്ട്. പഠിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കൊയറിലൊക്കെ ഇൻസ്ട്രുമെന്റ് വായിക്കാറുണ്ടോ? ഗിത്താറില്ല, ഞാൻ ഓർഗൻ പള്ളിയിലൊക്കെ വായിച്ചിട്ടുണ്ട്. ഓർഗൻ പള്ളിയിൽ കൊയർ ഗ്രൂപ്പിന്റെ കൂടെ പ്ലേ ചെയ്യാറുണ്ട്. ഗിത്താർ പഠിച്ചിട്ടുണ്ട്. ചേട്ടനും കലാകാരനാണോ? ചേട്ടൻ പാട്ട് പാടും. പള്ളി കൊയർ ഗ്രൂപ്പിൽ പാട്ട് പാടുന്നതായിരുന്നു. നിങ്ങളുടെ ഇടവക ഏതാ? സെന്റ് ജോസഫ് ചർച്ചാണ്. കൊയർ ഗ്രൂപ്പിലൊക്കെ ചേട്ടൻ ഉണ്ടായിരുന്നു. ചേട്ടന്റെ വിദ്യാഭ്യാസ കാലഘട്ടം ഇതുപോലെ തന്നെയായിരുന്നു? മോൻ പഠിച്ചതുപോലെ തന്നെയായിരുന്നു? അവൻ 10th +2 വരെ CBSE ആയിരുന്നു. +2 വരെ CBSE സ്കൂളിലാണ് പഠിച്ചത്. നേരത്തെ പറഞ്ഞ സ്കൂളിൽ ശ്രീകണ്ഠാപുരത്ത് പൊടിക്കുളം മേരിഗിരി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് +2 പാസ്സാകുന്നത്. അതിനുശേഷം ബിആർക്ക് കോഴ്സ് ചെയ്തത് എവിടെയാണ്? KMCT കോഴിക്കോടിലാണ് ബിആർക്ക് ചെയ്തത്. മുക്കം മണാശ്ശേരിയിലാണ് കോളേജ് ഇരിക്കുന്നത്. അതിനുശേഷം ഇപ്പൊ ജോലി പ്രവേശിച്ചിട്ട് എത്ര കാലമായി? 6 മാസം കഴിഞ്ഞു. 6 മാസം കഴിഞ്ഞതേ ഉള്ളൂ ജോലി പ്രവേശിച്ചിട്ട്. നിങ്ങൾക്ക് പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടോ പൊതുപ്രവർത്തനങ്ങളോ സാമൂഹ്യ പ്രവർത്തനങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാനൊരു കമ്മിറ്റിക്കാരനായിരുന്നു. പള്ളിയിലെ പാരിഷ് കൗൺസിൽ മെമ്പറായിരുന്നു. അല്ലാതെ എന്തെങ്കിലും പൊതുപ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നോ? AKCCയിലെ മെമ്പറാണ്. ഇപ്പം AKCCയിലെ മെമ്പറാണ്. അതുപോലെയുള്ള സംഘടനകളിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് ഉള്ള സമയത്ത്. ചേച്ചിക്ക് എന്തൊക്കെ പ്രവർത്തനങ്ങൾ? പാരിഷ് കൗൺസിലുണ്ട്. പാരിഷ് കൗൺസിൽ നിലവിൽ മെമ്പറാണ്. പിന്നെ ഒരു 5-6 വർഷം മുത്തൂറ്റ് ഫിൻകോർപ്പിൽ വർക്ക് ചെയ്തായിരുന്നു. ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം ഒരു 6-7 വർഷത്തോളം ജോലി ചെയ്തിരുന്നു. പിന്നെ അമ്മയ്ക്ക് സുഖമില്ലാതായപ്പോഴാണ്. അപ്പൊ നിങ്ങളുടെ ഇത് തറവാട് വീടായിരുന്നു. പേരൻസ് ആയിട്ട് ഇവിടെയാണ് വന്നത്. അപ്പന് മരിച്ചിട്ട് എത്ര വർഷമായി? 24 വർഷമായി. 24 വർഷമായി. അപ്പനെ നാട്ടുകാർ വിളിക്കുന്നത് എങ്ങനെയായിരുന്നു? കൊച്ചേട്ടൻ എന്നാണ്. ഒഫീഷ്യൽ ആയിട്ടുള്ള പേര് മൈക്കിൾ എന്നാണ് ഒഫീഷ്യൽ ആയിട്ടുള്ള പേര്. ചേച്ചിക്ക് വേറെ എന്തെങ്കിലും ഈ മുത്തൂറ്റിൽ ജോലി ചെയ്തതേ ഉള്ളൂ? പിന്നെ പള്ളി പാരിഷ് കൗൺസിൽ മെമ്പറാണ്. വേറെ എന്തെങ്കിലും ഒക്കെ? സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. കുടുംബ കൂട്ടായ്മയായിട്ടുള്ള ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടോ? സെക്രട്ടറി ആയിട്ട് കുടുംബ കൂട്ടായ്മയുടെ സെക്രട്ടറി ആയിട്ടും സേവനം ചെയ്യുന്നുണ്ട്. അങ്ങനെ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട വിവിധ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാമിലിയാണ്. നിങ്ങളുടെ കുടുംബത്തിന്റെ വിവരങ്ങളെല്ലാം അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം.